ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം. നടൻ ധനുഷും സംവിധായിക ഐശ്വര്യ രജനികാന്തും ഔദ്യോഗികമായി വേർപിരിഞ്ഞു. വിവാഹമോചനം അംഗീകരിച്ച് ചെന്നൈ കോടതി ഉത്തരവിട്ടു. ഇനി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെന്ന് ഇരുവരും കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കോടതി വിവാഹമോചനം അനുവദിച്ചത്. 3 തവണയാണ് ഈ കേസ് കോടതി പരിഗണിച്ചത്. 3 തവണയും ഇരുവരും ഹിയറിംഗിന് ഹാജരായില്ല. ഇതോടെയാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്നതായി അഭ്യൂഹം പരന്നത്. എന്നാൽ നവംബർ 21-ന് ഇരുവരും കോടതിയിലെത്തി. നിലപാട് കോടതി അറിയിച്ചു. തുടർന്നാണ് വിവാഹമോചന വിധി വന്നത്. 2022-ലാണ് ധനുഷും ഐശ്വര്യയും വിവാഹം വേർപിരിഞ്ഞത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇരുവരും വിവരം അറിയിക്കുകയായിരുന്നു. 18 വർഷം സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും അഭ്യുദയകാംക്ഷികളായും യാത്ര ചെയ്തു. ഇപ്പോൾ വഴികൾ വേർപിരിയുന്നിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും കുറിച്ചത്. ഇരുവരുടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു. ധനുഷിന്റെ പിതാവ് കസ്തൂരി രാജ ഉൾപ്പെടെയുള്ളവർക്ക് ഇരുവരുടെയും തീരുമാനം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങളാണെന്നും കസ്തൂരി രാജ പറഞ്ഞിരുന്നു. എന്നാൽ ഒരുമിച്ച് പോകാൻ കഴിയാത്ത വിധം ഇരുവരും അകന്നിരുന്നു. 2004-ലാണ് ധനുഷും രജനികാന്തിന്റെ മകൾ ഐശ്വര്യ വിവാഹിതരായത്. ചെന്നൈയിൽ വെച്ചായിരുന്നു രാജകീയമായ വിവാഹം. യാത്ര, ലിംഗ എന്നിങ്ങനെ 2 മക്കളുണ്ട് ഇരുവർക്കും. ധനുഷിനെ നായകനാക്കി 3 എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് ഐശ്വര്യ. നിരവധി സിനിമകളുടെ തിരക്കിലാണ് ധനുഷ് ഇപ്പോൾ. സംവിധാനം ചെയ്യുന്ന 2 സിനിമകളാണ് ധനുഷിൻ്റെതായി ഇനി പുറത്തിറങ്ങാനുള്ളത്. ഇഡ്ലിക്കട, നിലാവ് കെന്മേൽ എന്നടി കോപം എന്നിവയാണ് ആ സിനിമകൾ. ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശേഖർ കമ്മുല ഒരുക്കുന്ന കുബേരയും നടന്റെ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രമാണ്. ഐശ്വര്യ രജനികാന്തിന്റെ സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ലാൽ സലാം. രജനികാന്ത് അതിഥി വേഷത്തിലെത്തിയ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല.